അപ്പോൾ ഇതാ പോന്ന് ഞങ്ങളിപ്പോൾ കൊണ്ടോട്ടി കുറുപ്പത്തുള്ള ദേശായാലാണ് എത്തിയിട്ടുള്ളത്. എല്ലാവരും പോയി ആദ്യം സാധനങ്ങൾ, അതായത് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ കുഴപ്പമില്ല, മസാല ദോശ ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നെയ് റോസ്റ്റ് ഉണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി. മിന്നുവിന് പിന്നെ ഓൾ ആദ്യമേ പറഞ്ഞു ബീഫും പൊറോട്ടയും പറഞ്ഞു നടക്കണത് അതുണ്ട് പറഞ്ഞപ്പോൾ ഓൾ ആദ്യം ചാടി ഇറങ്ങി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വരുന്നവരെ കുറച്ച് നേരം ഇങ്ങനെ ഫോണിൽ തോണ്ടി ഇങ്ങനെ എടുത്ത ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ട് ഭയങ്കര വിശപ്പാണ്. സാധനം ഒന്ന് മുന്നിലേക്ക് എത്തട്ടേച്ച് കാത്തിക്ക്. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ക്രേവിങ്സ് കുറച്ച് കൂടുതലാണ്. രാവിലെ ടൈമിൽ ആ കറക്റ്റ് ടൈമിൽ കഴിച്ചു പോകുന്നതുകൊണ്ട് സമാധാനം. ഫുഡ് എത്തിയല്ലോ മുന്നിൽ, ഏതായാലും കഴിച്ചിട്ട് പറയല്ലേ ബാക്കി. മറ്റേ ആളെ ഫുഡ് എത്തിയപ്പോഴുള്ള സന്തോഷം കണ്ടില്ലേ? അതല്ലെങ്കിലും അങ്ങനെയല്ല, നമ്മൾ അത്രയും എന്താ പറയുക, ആഗ്രഹിച്ച സാധനം കിട്ടുമ്പോൾ നമ്മൾ മുന്നിലെത്തുമ്പോഴൊരു ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ ആളെ മുഖത്ത് കണ്ടത്. ആളെന്തായാലും കൊണ്ടുവന്നപ്പോൾ തൊട്ട് എന്താ പറയുക, അതുമൊക്കെയുണ്ട് ഒന്നാക്കണ്ട് വീണിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫുഡ് ഏതായാലും ഫിനിഷ് ആക്കിയിട്ട് ഇരിക്കുകയാണ്. ഇടയിൽ കൂടെ അവൾ ഓരോ കാട്ടിക്കൂട്ടില്ല, എന്താ പറയുക, ഫുഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവൾ ഓരോന്നെന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, ഫുഡ് അടിപൊളി ഫുഡൊക്കെ തന്നെയാണ്. എനിക്കേതായാലും ഇഷ്ടമായ കുഴപ്പമൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഫുഡ് എങ്ങനെയാണ് പിന്നെ? സൂപ്പർ. ബീഫ് കുരുമുളക് അരച്ചാട്ടോ അല്ലേ? കുരുമുളക് അരച്ച് സംഗതി എനിക്ക് വല്ലാതെ പോയില്ല. പോയത് മൊത്തം അതല്ല കഴിയാത്തോണ്ടാ, വയറ്റൊന്നും ഇല്ല. അല്ല അങ്ങനല്ല, രാവിലെ നീച്ചു പോകുന്നതല്ലേ, ദഹിച്ചില്ല, ദഹിച്ചത് പോയില്ല. അപ്പൊ നല്ല ഞാൻ വീട്ടിലെത്തിയിട്ട് രണ്ടാമത്തെ ട്രിപ്പ് വീട്ടിൽ നിന്ന് നോക്കാം. നേരെ വീട്ടിലോട്ട്. ഇന്നിപ്പോ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അരിക്കൊണ്ടല്ലേ അച്ഛമ്മേന്റെ ഫാമിലി കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പൊ ഫുഡും ഇതൊക്കെ ഒക്കെ വീട്ടിലൊക്കെ സെറ്റ് ആക്കട്ടെ. അപ്പൊ ഞാൻ നേരെ വീട്ടിലോട്ടേക്ക് വിടാം. ഓക്കെ. അപ്പോൾ ഇതാ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഞങ്ങൾ നാട് ചെറുപുത്തൂർ, മോങ്ങം ചെറുപുത്തൂരാണ്. ചെറുപുത്തൂർ അങ്ങാടിയേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങാടിയിൽ നിന്ന് എന്താ ഏകദേശം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക്. ഞങ്ങൾ ആ കാണുന്ന വീടാണ് ഞങ്ങൾ സ്വന്തം ഇച്ചാത്ത, അതായത് റംലത്താത്തേൻ്റെ വീടാണ്. അത് ഞങ്ങൾ വഴിയെ ബാക്കി വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ലച്ചു.